KT ഡയറക്ടഡ് ബൈ കാർത്തിക് വേണുഗോപാലൻ. സിനിമ ഇപ്പോൾ അടുത്ത് OTT ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഹിഗ്ഗിറ്റ കണ്ട പോലെ തന്നെ യാതൊരു പ്രതീക്ഷയില്ലാതെ ഒരു കോമഡി ഫിലിമാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കാണാൻ വേണ്ടി കയറിയത്. പക്ഷേ സിനിമ എന്ന് പറയുന്നത് എന്താ പറയുക, ഇപ്പോൾ ഒരു സിനിമയ്ക്ക് വന്നാൽ ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞൊരു ക്ലീശേ സാധനമാണ്. ഇതിൽ കുറേ തമിഴ് മൂവീസിൽ മലയാളത്തിൽ അങ്ങനത്തെ ഒരു സ്റ്റോറീസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ തമിഴിൽ ഇങ്ങനത്തെ ഒരു സ്റ്റോറി കുറേ വന്നിട്ടുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെയിം സ്റ്റോറി, അതായത് നമ്മൾ ഇതിന് മുന്നേ കുറേ കണ്ടിട്ടുള്ള അതേ സ്റ്റോറി ആണെന്നുണ്ടെങ്കിലും അത് സിനിമയെ ബാധിക്കാതെ അവരിത് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു വന്നത് സിനിമ ഒരു കിടിലൻ സിനിമയാണ്. ഈ നമ്മളിതിന് മുന്നേ കണ്ടിട്ടുള്ള ഇപ്പോൾ ഞാൻ ഇതിന് മുന്നേ മഹാരാജ സിനിമ റിവ്യൂ ചെയ്തിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് മുന്നത്തെ കണ്ട് അടുത്ത് പോയ ഒരു സ്റ്റോറി ലൈൻ ആണെന്നുണ്ടെങ്കിലും അവർക്ക് അത് വെറൈറ്റി സാധനം സിനിമയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മഹാരാജ സിനിമേൻ്റെ കാര്യം പറഞ്ഞത് വിജയ് സേതുപതിൻ്റെ. അപ്പോൾ അതേപോലെ തന്നെ ഈ സിനിമയിൽ നമ്മൾ കണ്ടുപടുത്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഇതിൽ നല്ല ട്വിസ്റ്റ് ഉണ്ട്. അതായത് ക്ലൈമാക്സിൽ, അതായത് സിനിമേൻ്റെ ഒരു സമയം വരെ നമുക്ക് അടുത്തത് എന്താ ഉണ്ടാവും, അടുത്തത് സംഭവിക്കുക എന്നുള്ള ഒരു എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് സിനിമേൻ്റെ ഒരു സമയം വരെ പോകുന്നത്. പിന്നെ അവിടെ ഒരു കുറേ സമയം പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ആ ഒരു രീതിയിലാണ് സിനിമ പോകുന്നത്. പിന്നെ ആ ക്ലൈമാക്സിൻ്റെ ട്വിസ്റ്റ് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണ് സിനിമയെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുള്ള അറിയില്ല, അറ്റ്ലീസ്റ്റ് ഞാനത് തീരെ പ്രൊഡിക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് അത് ആ ക്ലൈമാക്സിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ സിനിമയിൽ വന്നിട്ടുള്ളത്. സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഇതുണ്ടല്ലോ, സ്ത്രീകളെ നേരെ ഉള്ള തൊടുക പിടിക്കുക അങ്ങനത്തെ സംഭവങ്ങൾ, അത് സ്വാഭാവികം. അത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ എന്ത് ഡ്രസ്സ് ഇട്ട് എന്നുള്ളത് മാത്രമേ കുറ്റാവുള്ളൂ. അല്ല കയറി പിടിച്ചു നിൽക്കും, കണ്ട് നോക്കിയിട്ട് പ്രതികരിക്കാതെ നിങ്ങൾക്കൊന്നും പ്രശ്നം വരില്ലല്ലോ. അപ്പോൾ അത് ആ സൊസൈറ്റി, അതായത് കുറേ അമ്മായിമാരും കുറേ ഉണ്ടല്ലോ, അങ്ങനത്തെ സ്വഭാവമുള്ള ഞാൻ അമ്മായിമാർ എന്നുള്ളതല്ല പറയുന്നത്. പക്ഷെ അങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാർക്ക് എതിരെ അല്ലെങ്കിൽ ഇന്ത്യ അതിന് നേരെ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് എന്നുള്ള രീതിയിലാണ് സിനിമ പോകുന്നത്. അപ്പോൾ ഈ സിനിമയിലെ നായകനായിട്ട് വന്നിട്ടുള്ള ഹിപ്പ് ഹോപ്പ് തമിഴ് എന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ മുപ്പുകളുടെ ഏറ്റവും പേര്. എന്താ ആദ്യം എന്താണ് ക്യാരക്ടറിൻ്റെ പേരാണ്, അദ്ദേഹത്തിൻ്റെ സിനിമ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല കീട്ടിങ്ങനെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് മുപ്പുകാലത്ത്. അത് ഇന്ത്യയുടെ ആക്ഷൻ സീക്വൻസോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം. ആ മാസ് സീനുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു മാസ് സംഭവം നമുക്ക് ഒരു ഇമ്പാക്റ്റ് ഈ ഒരു ആക്ടറിൻ്റെ പെർഫോമൻസിന് നമുക്ക് കിട്ടും. അങ്ങനെ ഓബ്വിയസ്ലി അതിലൊരു വീടാണ്. അതിൽ ഈ ജ്യോത്സ്യന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ തിരിച്ചിങ്ങനെ ഓരോന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഈ ആക്ടറിൻ്റെ അമ്മ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. അപ്പോൾ എന്തോ ഒരു വലിയ പ്രശ്നം വരും എന്നൊക്കെ പറയും. പിന്നെ അവിടുത്തെ നടക്കുന്ന ഓരോ സംഭവങ്ങളാണ് സിനിമ പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു സമയം വരെ പ്രഡിക്റ്റബിൾ ആണ്, കുറേ സംഭവങ്ങൾ പ്രഡിക്റ്റബിൾ അല്ല. അതുകൊണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയാണ് ഇത്. ഒരു സമയം വരെ അടുത്ത് എന്തെന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. പിന്നെ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിചാരിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ വരുന്നത്. പിന്നെ ക്ലൈമാക്സിനോടൊക്കെ അടുക്കുമ്പോൾ അവസാനത്തെ ഒരു 1.25 മണിക്കൂർ കോർട്ട് റൂം ഡ്രാമ ഉണ്ട്. ആദ്യത്തെ സെറ്റ് അത് നമുക്കറിയാം എന്താണ് ഇതിൻ്റെ രീതി എന്താവും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിലും സിനിമയെ തീരെ അത് ബാധിക്കണില്ല. നമ്മളങ്ങനെ കണ്ടിരിക്കും. ഞാൻ പറയും എനിക്ക് ആ സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. ഈവൻ ദോ നമ്മളിതിന് മുന്നേ കണ്ട് മടുത്ത് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അധികം ഒരു വെറൈറ്റി ഓഫ് മേക്കിങ്ങും, അതായത് ആൾക്കാരെ കൊണ്ട് അടുത്ത് എന്താ സംഭവിക്കാൻ പോവുക എന്നുള്ളൊരു പ്രഡിക്റ്റബിലിറ്റി കൊടുക്കാതെ അങ്ങനെ ഈ സിനിമ മേക്ക് ചെയ്ത് പിന്നെ ക്ലൈമാക്സിന് എടുക്കുമ്പോൾ തീരെ പ്രഡിക്റ്റബിൾ അല്ലാതെ ഉള്ളൊരു ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കൂട്ടി വന്നൊരു സിനിമയാണ്. അത് പറയാം, ഈ പ്രഡിക്റ്റബിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്രൈം ത്രില്ലർ മൂവി കാണുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ എന്താ ലാസ്റ്റ് ഉണ്ടാവുക, നായകന് കുറ്റവാളിയെ പിടിക്കും. അത് നമുക്കറിയാം ഒരു ക്രൈം ത്രില്ലർ മൂവി കാണുമ്പോൾ. പക്ഷേ അതിന് എന്തൊക്കെ വെറൈറ്റി കാര്യങ്ങൾ അവർക്ക് കൊണ്ടുവരാൻ പറ്റും, അത് ആൾക്കാരെ എത്രത്തോളം എൻഗേജ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളിടത്തൊക്കെയാണ് ഒരു സിനിമൻ്റെ വിജയം കിട്ടുന്നത്. ഒരു ക്രൈം ത്രില്ലർ മൂവിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ അതേപോലെ പ്രഡിക്റ്റബിൾ ആണെന്നുണ്ടെങ്കിലും ആ ഒരു സിനിമയിൽ അവർ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം വെറൈറ്റി ആക്കാൻ പറ്റും അങ്ങനെ പല സംഭവങ്ങളും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിലെ മലയാളം ആക്ട്രസ് അനഘ എന്നാണോ എന്താണ് അവർ പേര് എനിക്ക് മറന്നത്, മൂപ്പത്തേര് ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. കിടിലെന്ന് വെച്ചാൽ കിടിലനാണ് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സെറ്റായിട്ട് ചെയ്തിട്ട് അത് തീരെ ഓവറാക്കാതെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തിയായിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് ആ ആക്ട്രസിന് ചെയ്യാനുണ്ടായിരുന്നത്. അത് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. തീരെ ബോറാക്കാതെ നല്ല കിടിലനായിട്ട്, തീരെ ക്രിഞ്ചാക്കാതെ നല്ല കിടിലനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇമോഷണൽ സീൻസൊക്കെ വരുന്ന സമയത്തൊക്കെ ആ കിടിലനായിട്ട് ആ പെർഫോമൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വില്ലൻ ക്യാരക്ടർ മൂപ്പരാളും പേര് എനിക്ക് അറിയില്ല, ഏതൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ടെന്നുള്ളൂ. മൂപ്പരാൾ ഒരു അങ്ങനെ എനിക്ക് ഇത്ര ഒരു പെർഫോമൻസ് വൈസ് നോക്കാൻ എനിക്ക് അത്ര അങ്ങോട്ടൊരു ഇമ്പാക്റ്റ് ഉള്ളതായിട്ട് തോന്നിയില്ല. വേറൊരു വില്ലൻ ക്യാരക്ടർ ചെയ്യാൻ കുറച്ചും കൂടി ഒരു കാപ്പബിലിറ്റി ഉള്ള ഒരാൾ വരുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും തോന്നി. അപ്പാർട്ട് ഫ്രം ദാറ്റ് ദി മൂവി ഈസ് റിയലി ഗുഡ്. തീരെ ബോറടിക്കാതെ, ഈവൻ ദോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലീശേ സാധനമാണെന്നുണ്ടെങ്കിലും അത് ആൾക്കാർക്ക് തീരെ ബോറടിക്കില്ല. തീരെ ബോറടിക്കാതെ ഇരുന്ന് കണ്ട ഒരു വൺ ഓഫ് ദി ലേറ്റസ്റ്റ് തമിഴ് മൂവി. സിനിമയുടെ പേര് പറഞ്ഞത് PT സാർ. ഓക്കെ, ആ PT സാർ അതറിയാലോ, ക്യാരക്ടർ ഇതാണ്. ഒരു സ്കൂൾക്ക് PT മാഷായിട്ട് വരുന്നതാണ്. ഒരാൾ ഭയങ്കര കുറേ പേടിയുള്ള തീരെ പ്രതികരിക്കാതെ നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇതിന് ചെയ്തിട്ടുള്ളത്. നല്ല രസമാണ് സിനിമ. ബാക്കി നിങ്ങൾക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവും. നല്ല രസമാണ്. അതിൽ ചില ഡയലോഗുകളും ചില സംഭവങ്ങളും ഇമോഷണൽ സീൻസൊക്കെ വരുന്ന സമയത്തൊക്കെ നല്ലൊരു ഇമ്പാക്റ്റ് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് സിനിമ ഡെഫിനറ്റ്ലി ഒന്ന് കണ്ടു. OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമ ഞാൻ പറയാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സിനിമ. ഇതിന് എനിക്ക് അങ്ങനെ പറയാൻ മാത്രം ഒരു കുറ്റവും കുറവൊന്നും സിനിമയിൽ എനിക്ക് തോന്നിയില്ല. ആകെ പറയാനുള്ളത് സിനിമ ഒരു മണിക്കൂർ വരെയൊക്കെ എന്താ പറയുക, കുറച്ച് സ്പീഡിലാണ് കാര്യങ്ങൾ പറഞ്ഞു പോയിരുന്നത്. ബട്ട് നല്ല രീതിയിലാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ കുട്ടിയെ ബ്രേക്ക് പിടിച്ച പോലെ തോന്നി.
ഒരു സമയം വരെ പിന്നെ കുറച്ചൊരു സ്ലോ പേസിലേക്ക് സിനിമ മാറില്ല. എനിക്ക് കുറേ ഒരു ഇമോഷൻസ് ഇങ്ങനെ വാരി വതരെ പോലെ സിനിമയിൽ ഒരു സമയം വരും, ഒരു അരമണിക്കൂറൊക്കെ എനിക്ക് അങ്ങനെ അടുപ്പിച്ച് ഫീൽ ചെയ്ത്. ചില ഭാഗങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതും എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിരുന്നു. പക്ഷെ അതങ്ങനെ അടുപ്പിച്ച് ഒരു 15 ഒരു 30 മിനിറ്റൊക്കെ അങ്ങനെ വന്നപ്പോൾ ഉള്ള ഒരു ഇറിറ്റേഷൻ മാത്രമേ എനിക്ക് സിനിമയിൽ തോന്നിയിട്ടുള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സിനിമ നല്ല രീതിയിൽ അവർ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ വന്ന പോയ സ്ക്രിപ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിലും റിയലി ഇതിൻ്റെ ഫാന്റാസ്റ്റിക് വർക്ക്. അത് ആൾക്കാരൊക്കെ ഇരുത്തുന്ന രീതിയിൽ അത് ഞാൻ പറഞ്ഞത് എന്തൊരു സംഭവമാണെങ്കിലും ആൾക്കാർ പിടിച്ചിരുത്തണം. അങ്ങനെ ഈ സിനിമ വിജയിക്കും. ഈ സിനിമ വിജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇത് മൂവി വാസ് റിയലി ഗുഡ്. അത് നല്ല പെർഫോമൻസ് ഉണ്ട്. പെർഫോമൻസ് ഓറിയൻറ്റഡ് മൂവി ആണ് ഇത്. ഒന്നാമത് ഇതിൽ വന്ന മിക്ക ക്യാരക്ടേഴ്സും പ്രഭുവൊക്കെ വക്കീലാണ് ഇതിൽ. ഞാൻ പറഞ്ഞില്ല, ഒരു കോർട്ട് റൂം ഡ്രാമ ഒക്കെ എൻ്റെ ക്ലൈമാക്സ് അവസാനത്തെ ഒരു 1.5 മണിക്കൂറോളം ഉണ്ട്. ഞാനൊക്കെ നല്ല സെറ്റായിട്ടായി ചെയ്ത് വെച്ചിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു സിനിമയും കൂടെ ആയിരുന്നത്. അവസാനത്തെ ട്വിസ്റ്റൊക്കെ വരുമ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായ പോലെ എനിക്ക് പേഴ്സണലി തോന്നി. OTT ഇറങ്ങി, ഇനിയിപ്പോൾ അത് മിസ്സായെന്ന് പറഞ്ഞിരുന്നൊരു കാര്യമില്ല. OTT ഇറങ്ങി. നിങ്ങൾ ഇത് കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സിനിമ കണ്ടു നോക്കുക. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ടോക്സ് സൈനിങ് ഔട്ട്.